ഗലാത്യർ 5:22-23 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതെന്തെന്ന് വരുന്ന വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. റോമ 5:5 വായിച്ചേ. ഈ റോമ 5:5 ഗലാത്യർ 5:22 നമ്മൾ കണക്ഷൻ ഉണ്ടെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന സൂചന. ഗലാത്യർ 5 റോമ 5:5 റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒന്ന് പറഞ്ഞ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യാശ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം ചൊരിഞ്ഞു എന്നതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ? നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ സ്നേഹം നമ്മളിലേക്ക് ചുരിഞ്ഞു എന്ന അർത്ഥം. നമുക്ക് ദൈവസ്നേഹം വന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അച്ഛനും പറയും, എല്ലാവരും പറയും ദൈവസ്നേഹം. പക്ഷെ നമ്മളിലേക്ക് ദൈവസ്നേഹം വന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഓൺലൈനിൽ പറയണത്. എന്താ പറയണത്? അതായത് ഒന്ന് റോമർ 5:5 വായിച്ച്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒന്ന് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഒരു വിഷയത്തിൽ പ്രത്യാശ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു എന്നതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണ്? അത് സമാധാനമാണ്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് തന്നെയാണ് സമാധാനം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കണ്ടില്ലേ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഉടനെ ഫലം വന്ന്. എന്താണത്? ഗലാത്യർ 5:22 വായിച്ചേ. ഗലാത്യർ 5:22-23 ഗലാത്യർ 5:22-23 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. ഇത് കണ്ട അതായത് സ്നേഹം പറഞ്ഞേ. ആനന്ദം, സമാധാനം, ക്ഷമ. ഈ സമാധാനവും ക്ഷമയും എന്തിനുള്ളതാണ്? അത് തന്നെയാണ് ഈ പ്രത്യാശയുടെ കടുപ്പിച്ചിരിക്കുന്ന മനോഗുണങ്ങളെന്ന് പറയണത്. അത് നമ്മൾക്കൊരു വിഷയത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. ഈ പ്രത്യാശ സമാധാനം ഉണ്ടാകുമ്പോഴേ സ്വാഭാവികമായിട്ട് നമുക്ക് സമാധാനം കഴിഞ്ഞുള്ള ഫലം എന്താണ്? ക്ഷമയാണ്. ക്ഷമ എന്താണ്? കാത്തിരിക്കുന്ന സ്നേഹമാണ് ക്ഷമ. ആരുടെ കാത്തിരിക്കുന്ന സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹത്തെ കാത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? കാത്തിരിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ. അല്ല ഗാന്ധിജി പറയുന്ന വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാരുടെ ക്ഷമയല്ല. ഇപ്പോൾ ഒരു സായിപ്പ് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗാന്ധി വന്ന് സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിയുടെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഉടനെ വെള്ളക്കാരൻ്റെ കൂടെ കറുത്തവൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ അയാൾ അടിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി സൗമ്യമായെന്ന് പറഞ്ഞ്, ശാന്തമായെന്ന് പറഞ്ഞ്. അതൊരു ക്ഷമയാണ്. അതിന് വെജിറ്റബിൾ ക്ഷമയെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ക്ഷമയുണ്ടാകും. പന്നി ഇറച്ചിയും പശു ഇറച്ചി കഴിക്കുന്നവർക്ക് ചൂടുണ്ടാകും. അത് നമ്മുടെ ബോഡിയും നമ്മൾ കഴിക്കുന്ന ആഹാരവും ശരീരത്തിൻ്റെ ചൂടും അവൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യ ഓരോരുത്തർ യുദ്ധത്തിന് പോയിട്ടില്ലല്ലോ. അവരടുത്തും പോയാ? ഇന്ന് വരെ ഇന്ത്യക്കാർ യുദ്ധത്തിന് പോയിട്ടില്ല. നമ്മുടെ മേക്കെട്ട് കയറാൻ വന്നിട്ടേ ഉള്ളൂ. നമ്മളെന്താ യുദ്ധത്തിന് പോകാഞ്ഞത്? നമ്മുടെ സസ്യബുക്കുകളാണ്. ബേസിക്കായിട്ട് സസ്യബുക്കുകളാണ്. 5000 കുറച്ച് ചരിത്രം എടുത്താൽ ഓരോരുത്തരും പോയി ആക്രമിച്ച് ആരെങ്കിലും വന്നപ്പോൾ അളമുട്ടിയാൽ തിരിഞ്ഞ് കടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിക്കയറി പല്ലുണ്ടാന്ന് നോക്കിയപ്പോൾ കടിച്ചെന്നല്ലാതെ അങ്ങോട്ട് കയറി കാച്ചിട്ടില്ല. അപ്പം അങ്ങനെ സസ്യബുക്കുകൾക്ക് സ്വാഭാവികമായൊരു ക്ഷമ ഉണ്ടാകും. ആ ക്ഷമയല്ല പരിശുദ്ധാത്മാവിന് ക്ഷമ. തെറ്റിദ്ധരിക്കരുത്.
പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമയെന്ന് പറയണത് പച്ചയിറച്ചി കഴിച്ചാലും എന്താണ് കിട്ടണത്? കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ചൈനയിലെ ആൾക്കാർ പാമ്പ് തിന്നുന്നുണ്ട്, പട്ടിയെ തിന്നേണ്ട ആൾക്കാർ വരെ ഉണ്ട്. അവിടെ അതേ കിട്ടത്തുള്ളൂ. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണ് കിട്ടണത് അത് തിന്ന് അവൻ ജീവിക്കുകയാണ് അവിടെ. അപ്പോൾ അതേസമയം തന്നെ ഈ ഭക്ഷണ കാര്യങ്ങളിൽ വരുന്ന ക്ഷമയെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവ് പറയണത് ദൈവസ്നേഹം നിറയുമ്പോൾ ഇപ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ്റെ അവരുടെ വർഗം ഏതാണ്? ആംഗ്ലോ സാക്സൺസ് ആണ്. ഈ ആംഗ്ലോ സാക്സൺസ് ആരായിരുന്നു? കാനിബാൽസ് ആയിരുന്നു. മനുഷ്യനെ തിന്നുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തിന്നുന്ന ആൾക്കാരായിരുന്നു. ഒരു 10,000-10,000 കൊല്ലം മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തിന്നുന്ന ആൾക്കാരായിരുന്നു ഇംഗ്ലീഷുകാർ. കാനിബാൽസ് ആയിരുന്നു. പക്ഷേ ഈ കാനിബാൽസിൽ നിന്നാണ് പിന്നീട് ഫാദർ ഡാമേനും മദർ തെരേസ ഒക്കെ ഉണ്ടാകണത്. അത് സുവിശേഷം ഉണ്ടാക്കിയാണ്, അല്ല പച്ചക്കറി നിന്ന് ഉണ്ടാക്കിയതല്ല. പിടിയിട്ടില്ലേ? ഈ പരസ്പരം പിടിച്ചു തരുന്ന ഒരു ജനതയാണ് സുവിശേഷം, ബൈബിള്, ഫാദർ ഡാമേനെയും അതുപോലെ തന്നെ അസിസി പുണ്യാളനെയും അതുപോലെ തന്നെ മദർ തെരേസനെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് നരഭോജികളെയാണ് അവസാനം നരന്മാർക്ക് വേണ്ടി ഭോജനമായി തീരുന്ന വ്യക്തികളായിട്ട് ബൈബിൾ കൺവേർട്ട് ചെയ്യണത്. ഇത് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടും അനുഷ്ഠാനക്രമങ്ങൾ ഉണ്ടാക്കിയതല്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ഒരു വ്യക്തിക്ക് നിറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനെ നാഗാലാൻഡിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ? പണ്ടത്തെ നാഗാലാൻഡുമാരുടെ ചരിത്രം എന്താ? ഇപ്പോഴും ചിലരന്മാർ കണ്ട് നാഗൻസിൻ്റെ കഴുത്തിലൊക്കെ, പഴയ നാഗൻസിൻ്റെ കഴുത്തിലൊക്കെ 25 തലയോട് 35 തലയോടൊക്കെ മാല പോലെ കോർത്തിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? അവൻ എത്ര പേരെ കൊന്നിട്ടുണ്ടോ അതാണ് അവൻ്റെ ബലം. ഇപ്പം ഗുണ്ടകളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പേരെ തട്ടിയിട്ടുണ്ട്, അതല്ലേ അവരുടെ ബലം. അപ്പം അങ്ങനെയുള്ള നാഗന്മാരാണ് ഇന്ന് സുവിശേഷം സ്വീകരിച്ചിട്ട് സുവിശേഷ പ്രവർത്തനമായിട്ട് മാറണത്. എന്തിൻ്റെ ഗുണമാണത്? ഭക്ഷണത്തിൻ്റെ. ആ പഴയ ഭക്ഷണത്തിൻ്റെ അവരിപ്പോൾ പട്ടിയിറച്ചി ഇപ്പോൾ ഒരു തിന്നുണ്ട്. പക്ഷെ ഭക്ഷണമല്ല ഇവിടുത്തെ പ്രശ്നം. എന്താ കാര്യം? അവർ ഭക്ഷിക്കാനുള്ള സംഭവം ഭക്ഷിച്ചു. എന്താണ്? കർത്താവിൻ്റെ ശരീരം, യഥാർത്ഥ വചനം ഭക്ഷിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. വചനം നിങ്ങളെ പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ അത് ഭക്ഷിച്ചതിന് തുല്യമാണ്. അപ്പോഴെന്ത് ചെയ്യും? നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് പറ്റും? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകും. അതെന്താണ്? സമാധാനം, പിന്നെന്താണ്? ക്ഷമ. എന്ന് വെച്ചാൽ കാത്തിരിക്കുന്ന സ്നേഹം. ആരുടെ സ്നേഹമാണ്? എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു. പക്ഷേ എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയണം കേട്ടോ. ഈ സ്നേഹം, ക്ഷമ അല്ലെങ്കിൽ സമാധാനം എന്ന് പറയണത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്കൊരു നോട്ട് തരും. അങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകണത്. സുവിശേഷത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സുവിശേഷം ജീവിച്ച് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു നോട്ട് തരും. അങ്ങനെയല്ല നമുക്ക് കാത്തിരിക്കുന്ന സ്നേഹമല്ലേ സമാധാനം. അപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് തരുമ്പോൾ നമ്മൾ സമാധാനമായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴും, ചിലർ മുസ്ലിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴൊക്കെ ഈ സലാമൊക്കെ പറയും, ഷാലോം എന്ന് പറയും. ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അലക്കുസ്ലാമ എന്ന് പറയും. എന്താണ്? സമാധാനം എന്നാണ്. എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഈ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അലക്കുസ്ലാമ, നിങ്ങൾക്ക് സമാധാനം എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥമാണ്. പിന്നെ എന്താ പറയുക? അലക്കുസ്ലാമ എന്ന് ഈശോ 7 പ്രാവശ്യം പറയും. 7 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? സ്ലാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുന്ന സ്നേഹം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ സ്ലാമ എന്ന് ഈശോ പറഞ്ഞതിന് ശേഷമാണ് പറയണത്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരാശ്വാസകനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ആശ്വാസകൻ എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. Take the word of God. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. പറഞ്ഞ അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്.
അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. ഓക്കെ, എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നോക്കി ആ വാക്ക് നോക്കി, അതായത് ഒന്ന് ഏറ്റു പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ ഇന്റൻഷൻ വെക്കല്ലേ, 6 കാര്യങ്ങൾ പറയാൻ പറഞ്ഞില്ലേ? അപ്പൊ പണ്ടൊക്കെ ഞാൻ പറയാമായിരുന്നു, ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയതാ. ഇപ്പൊ ആൾക്കാർ 6 കാര്യത്തിന് 7 കാര്യം എഴുതി വെക്കും, അതാ പ്രശ്നം. ഒരു കോളം വിട്ടാൻ പറയുമായിരുന്നു, 6 കാര്യങ്ങൾ ഒരു കോളം ഒന്നും എഴുതരുതെന്ന് പറയുമായിരുന്നു. എന്താ കാര്യം? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. അവിടെ പരിശുദ്ധാത്മാവാണ് വരേണ്ടത് അവിടെ. കാര്യം പരിശുദ്ധാത്മാവ് വന്ന എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വന്ന വരാനിരിക്കുന്ന കാര്യങ്ങൾ 16-14 വർക്കൗട്ട് ചെയ്യും. എന്താ പറഞ്ഞത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ. യോഹന്നാൻ 16-14 എന്താണത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളൊന്ന് പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോൾ ചിലർ പറയും വണ്ടി താമസമാണ്, വണ്ടി ഇല്ല ഇന്ന് എന്നൊക്കെ പറയുമ്പോൾ ഈ ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നമ്മൾ പ്രാന്ത് പിടിപ്പിക്കും. എന്താ കാര്യം? ഇന്ന് വണ്ടി ഇല്ലെന്നാണ് തോന്നുന്നത്, ആ വണ്ടി ഇല്ലെന്ന് തോന്നണം. അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ആ കമ്പ്യൂട്ടറെ ആ വണ്ടിയുടെ നമ്പർ കുത്തി കഴിയുമ്പോഴാണ് ആ വണ്ടി നമുക്ക് ആലപ്പുഴ പോകേണ്ടതാണ്. ഇപ്പം നമ്മൾ തൃശ്ശൂർ നിൽക്കുകയാണ്, ആ വണ്ടി തൃശ്ശൂരിന് വടക്കാഞ്ചേരി എത്തിയെന്ന് കാണിക്കും അവിടെ. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടത്തില്ലേ? ഇല്ലേ? തൃശ്ശൂർ വണ്ടി ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ വാച്ച് നോക്കി ഇനി അടുത്ത വണ്ടിക്ക് പോകണമല്ലോ, നടന്ന് പോകണോ ബസ്സിന് പോകണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് സമാധാനം പോയിരിക്കുകയല്ലേ? അപ്പോഴാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ വണ്ടിയുടെ നമ്പർ അടിക്കണത്. അപ്പോൾ എന്താ പറയും? വടക്കാഞ്ചേരി എന്ന് കാണിക്കും. അപ്പോൾ തൃശ്ശൂർ നിൽക്കുന്ന പാർട്ടി കുഴപ്പമില്ല, ഇനിയിപ്പോൾ അരമണിക്കൂറിൽ വണ്ടി ഇവിടെ വരും. വരാതിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് സമാധാനം കിട്ടി. അതാണ് ഈ പറയണത്. അപ്പോൾ സമാധാനവും പരിശുദ്ധാത്മാവും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെയുള്ള ബന്ധമാണ്? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഇപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? കാത്തിരിക്കുന്ന സ്നേഹം. അപ്പം ക്ഷമയും സമാധാനവും ഒരു സംഭവം തന്നെയാണ്. രണ്ട് അനുഭവങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ അകത്ത് ഈ സമാധാനം കാത്തിരിക്കുന്ന സ്നേഹമാണ് സമാധാനമെങ്കിൽ ആ കാത്തിരിക്കാൻ വരുമ്പോൾ മനുഷ്യന് വരുന്നതാണ് ക്ഷമ കിടന്ന് പറഞ്ഞതില്ലേ, ക്ഷമക്കൊരു കുഴപ്പമുള്ളത് പെട്ടെന്ന് ഈ സാധനം കാറ്റ് വരുമ്പോൾ കെട്ടുപോകും. വിളക്കിന് പിടിക്കണ പോലെ വിളക്ക് കത്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കാറ്റുണ്ടെങ്കിൽ കൈ പിടിക്കും, ഇല്ലേ? ഈ കൈ പിടിക്കുന്ന പരിപാടിക്കാണ് ക്ഷമ, സഹിക്കുന്ന സ്നേഹമെന്ന് പറയണത്. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. കാത്തിരിക്കുന്ന സ്നേഹം തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കാത്തിരിക്കുന്ന സ്നേഹം സമാധാനമാണ്, സഹിക്കുന്ന സ്നേഹം ക്ഷമയാണ്. അപ്പോൾ ഈ കാത്തിരിക്കുന്ന സ്നേഹത്തിന് ചില സമയത്ത് ഇത്തിരി നീട്ടം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷമകേട് വരും. ആ ക്ഷമകേട് വരാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മുടെ ക്ഷമകേട് നമ്മൾ അക്കൗണ്ട് ചെയ്യും. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ ഇരുന്നൊരു കൊന്തയില്ലും, നല്ല കാര്യം, ഇനി കൊന്തയില്ല, ഒരു സമയം കിട്ടിയല്ലോ, നന്ദി. കണ്ട ക്ഷമനെ ഓരോ കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ വാച്ച് നോക്കിയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയുള്ളവരാണെങ്കിൽ, കർത്താവിൻ്റെ ക്ഷമ പരിശുദ്ധാവിൻ്റെ ഫലമുള്ളവരാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ജപമാല ചെല്ലും. നമ്മളെന്ത് ചെയ്യും? എന്നിട്ട് നമ്മളോട് ഈ എവിടെയെല്ലാം കർത്താവിന് കാലുകുത്താൻ പറ്റണില്ല ആ രാജ്യങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നോക്കിയേ, അപ്പോഴേ വണ്ടി വരുമ്പോഴും നമ്മൾ കയറത്തില്ല. കർത്താവേ, കൊന്ത 4ാമത്തെ കേസം വരെ എത്തിയുള്ളൂ, ഒരു കേസം കൂടി കഴിഞ്ഞിട്ട് കൊന്ത വണ്ടി വന്നാൽ ഇപ്പോൾ എന്താ പറ്റി? ആളിൻ്റെ മാറ്റം കണ്ട. നമ്മൾ 4 രഹസ്യം ചെല്ലിയപ്പോൾ വണ്ടി വന്ന്, അപ്പോൾ നമ്മൾ കരയേക്കാം, അകത്തിരുന്ന് ചെല്ലേക്കാം, അകത്തിരുന്ന് ചെല്ലേക്കാം എന്ന് വിചാരിക്കാം. എന്താ കാര്യം? അപ്പോൾ വണ്ടി വന്നത് നമ്മളെ നേരത്തെ വന്ന പോലെ നമുക്ക് തോന്നി. ഇപ്പോൾ അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ് സത്യം. ദൈവം എന്ത് സമ്പൂർണ്ണ A+B (² = A² + 2AB + 2B² എന്ന് പറഞ്ഞാലും ശരി, എന്ത് സങ്കീർണമാക്കി ദൈവത്തെ നിങ്ങൾ മാറ്റിയാലും ശരി, ദൈവത്തിനെ സങ്കീർണമാക്കി മാറ്റിയതാണ് അക്കാഡമികളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്.
ദൈവത്തിന് നമ്മൾ എന്ത് സങ്കീർണമാക്കി മാറ്റിയാലും ഓർക്കുക, കറണ്ട് എത്ര ഉൽപ്പാദിപ്പിച്ചാലും വരേണ്ടത് വയറിലൂടെയാണ്. വരേണ്ടത് ദൈവം എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞാലും, ഓമിനിപ്പൊട്ടൻ്റാണ്, ഓംനിഷ്യൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിന്നാൽ പോലും ഇത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വയറിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെയാണ്, ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. കോമൺ പീപ്പിൾ കൈകാര്യം ചെയ്യണത് ആ മേഖലയാണ് കൈകാര്യം ചെയ്യണത്. എന്നുവെച്ചാൽ ദൈവത്തെ ടാപ്പ് ചെയ്യുന്നതിന്, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നു കോമൺ പീപ്പിൾ. എന്നിട്ട് ജീവിതത്തിൻ്റെ സങ്കീർണതകൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അവർ അതിനെ ഫേസ് ചെയ്യുകയാണ്. ദൈവമാണെങ്കിൽ ഇതിനു വേണ്ടി അങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾക്ക് എന്തുമാത്രം സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം അത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കും. ദൈവത്തെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവാണ്, അതുപോലെ തന്നെ ദൈവം എല്ലാം നന്മ സ്വരൂപനാണ്, ദൈവം സച്ചിദാനന്ദനാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് യേശുവിന് മുമ്പ് ലോകം പറഞ്ഞത്. ഇന്ത്യക്കാരെല്ലാം പറഞ്ഞു ദൈവം സച്ചിദാനന്ദ, സത്ത്, ചിത്ത്, ആനന്ദം എല്ലാം കൂടി ഒരുമിച്ചിരുന്ന ആളാണ്. ദൈവത്തിൽ സങ്കടമില്ല, ദൈവത്തിൽ മ്യൂട്ടേഷൻ ഇല്ല, ഒന്നുമില്ലെന്ന് പറയും. ഇംഗ്ലീഷുകാരൻ പറയും ഗോഡ്, ദൈവം ഗോഡാണെന്ന് പറയും. എന്താ കാര്യം? ദൈവം എല്ലാം നന്മ, ഗോഡ് ഗുഡ്നെസ്സാണ്, എല്ലാം നന്മകളുടെ സ്വരൂപനാണെന്ന് പറയും. യഹൂദൻ പറയും ദൈവം സൈന്യങ്ങളുടെ കർത്താവാണ്, ഞങ്ങൾക്ക് ആൾക്കാർ കുറവാണ്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഇപ്പോഴും 1 കോടി ആൾക്കാരുള്ളൂ, ഞങ്ങൾക്ക് വേണ്ട സൈന്യമാണ്, അപ്പം ഞങ്ങളുടെ സൈന്യം ദൈവമാണ്. അതുകൊണ്ട് എപ്പോഴും പറയും കർത്താവേ സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങനെ വാസസ്ഥലം എത്ര മനോഹരം എന്ന് പറയും. അവർ സൈന്യങ്ങളുടെ കർത്താവാണ്. ഈശോ വന്നോ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അല്ലെന്ന് ഈശോ പറഞ്ഞില്ല. പറഞ്ഞോ? ഗുഡ്നെസ് അല്ലെന്ന് ഈശോ പറഞ്ഞ അല്ല, സച്ചിദാനന്ദ അല്ലെന്ന് ഈശോ പറഞ്ഞില്ല, ഇതൊന്നും നിഷേധിച്ചില്ല. പൂർവ്വകാലങ്ങളിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഹെബ്രായർ 1:1. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുന്ന, അതായത് വിശ്വാമിത്രനായാലും ശരി, ഏത് മഹർഷിയായാലും ശരി, അതുപോലെ തന്നെ മുഹമ്മദ് നബി ആയാലും ശരി, മോശയായാലും ശരി, ഏത് മതസ്ഥാപകനായാലും ശരി, ബൈബിൾ കാണുന്നത് പ്രവാചകനായിട്ടാണ് കാണുന്നത്. ഒള്ളി പ്രവാചകൻ. ഉണ്ടായി ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ദൈവം തൻ്റെ ജനങ്ങളോട് വിവിധ കാലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന കാലങ്ങളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എന്താണ് സംസാരിച്ചത്? ദൈവം ആരാണെന്ന് പറഞ്ഞത്? ഫാദർ. അതാണ് വിഷയം. എല്ലാം മറന്നു കേട്ടാ, എല്ലാം റൈറ്റ് ഓഫ് ചെയ്തിട്ട് ദൈവത്തിന് ഒറ്റ ഹെഡിങ് കൊടുത്ത്. എന്താണ്? ഫാദർ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പറയും കർത്താവേ ഞങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പറയും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ദൈവം പിതാവാണെന്ന് പറയുമ്പോഴേ എന്ത് പിതാവാണ്? തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ പിതാവാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പിതാവും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹമായിട്ടാണ് ഈശോ മതത്തെ മാറ്റിയത്. നമ്മുടെ ബന്ധം, മതം എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ, ബന്ധം. മതമൊന്നും വിളിക്കേണ്ട കാര്യമില്ല, റിലേഷൻ. നമ്മൾ തമ്മിലുള്ള ദൈവമായിട്ടുള്ള റിലേഷനെ ദൈവം എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമായിട്ട് മാറ്റി. ആ ബന്ധമാണ് റിലേഷൻ, അതാണ് മതം എന്ന് പറയണം. അപ്പോൾ ഈ ബന്ധമെന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൽ എന്താണ്? ആ ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ക്ഷമ. എന്താണ്? സഹിക്കുന്ന സ്നേഹം. പിന്നെ എന്താണ്? സമാധാനം, കാത്തിരിക്കുന്ന സ്നേഹം. കാത്തിരിപ്പിന് ഇത്തിരി ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിതാവിനുള്ള സ്നേഹം വെച്ചുകൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ ഒരു വിരസത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ്? ക്ഷമ. ഇതെല്ലാം എന്താണ്? ക്ഷമയും സമാധാനം എന്തിൻ്റെതാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവാനുഭവം സാധ്യമല്ലാത്തത്. എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ 1-ാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ എൻ്റെ ഒരു നിയോഗം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് എഴുതണം. എന്താ കാര്യം?
പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിക്കാൻ, നമ്മൾക്ക് പണം കൊടുക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ മതിയാകാത്തത് കാരണം അതിനു വേണ്ടിയാണ് ഈശോ വില കൊടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയും പാപത്തിന് പരിഹാരമായിട്ടാണെന്ന്. അന്നത്തെ മനുഷ്യന്, ക്രിസ്തുവിന് മുമ്പുള്ള മനുഷ്യന്, യെശയ്യായ്ക്കൊക്കെ അത്രയുമേ വെളിപാട് അവർക്ക് അനുവദിച്ചുള്ളൂ. അവർക്ക് കിട്ടിയ അനുവദിച്ച് കിട്ടിയ വെളിപാട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക്, ക്രിസ്തുവിന് ശേഷം വന്നവർക്ക് കൂടുതൽ വെളിപാട് കിട്ടി. അതാണ് പരിശുദ്ധാത്മാവ് അവർ കൂടുതൽ സംസാരിക്കണത്. പക്ഷെ ഇത് ആദ്യം സംസാരിച്ച ആരോടാണ്? അമ്മയോടാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആദ്യ വാക്ക് ദൈവം സംസാരിക്കണ ആരോടാണ്? വെളിപാട് കൊടുക്കുന്ന ആർക്കാണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? പരിശുദ്ധാത്മാവ് വേണ്ട രംഗപ്രവേശനം ചെയ്യണം. കണ്ട ആരോടാണ്? ഫസ്റ്റ് കൈനീട്ടം പോലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ആർക്കാണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയണ ആ സെക്കൻഡില് തന്നെ എന്ത് സംഭവിക്കും? മറിയത്തിലെ സംശയമില്ലാതെ വിശ്വസിക്കും മറിയം. അവിടെയാണ് വിഷയം. മറിയം അമലോത്ഭവയാണെന്ന് പറയാൻ കാരണം ഈ പാപത്തിൻ്റെ ലാഞ്ചനകളോ പാപത്തിൻ്റെ പ്രകൃതിയോ പാപത്തിൻ്റെ ശീലങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നതാണ് സംശയം. അതാണ് വിഷയം. അപ്പം അതുകൊണ്ടാണ് ഉടമ്പടിയിൽ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണമെന്നും കുമ്പസാരിക്കാൻ പറ്റാത്ത അതിനുള്ള സംവിധാനം ഇല്ലാത്ത ആൾക്കാർ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോടുള്ള ഒരു നിഷ്കളങ്കമായ സ്നേഹമില്ലെങ്കിൽ, അതായത് ദൈവത്തോടെ സ്നേഹം എന്ന് പറയുമ്പോഴേ തൻ്റെ നിഷ്കളങ്കമായിരിക്കണം. അത് വേറെ ഉദ്ദേശം വെച്ചുള്ള സ്നേഹമായിരിക്കരുത്. എഫെസസ് 1:4 എടുത്ത് തന്റെ മുമ്പാകെ, എഫെസസ് 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. സംഭവം തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. അതിൻ്റെ വേറെ ഉദ്ദേശമൊന്നും ഇല്ലാത്ത സ്നേഹമാണ്. അതാണ് പരിശുദ്ധ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം പല അളട്രേറ്റഡ് സ്നേഹമുണ്ട്, വേറെ എന്തൊക്കെ കലർപ്പുള്ള സ്നേഹമുണ്ട്. ഇതങ്ങനല്ല. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്റെ ദൈവപൈതലേ, നീ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അനാദികാലം മുതലേ ദൈവം നിന്നെ ക്രിസ്തുവിനെ കേൾക്കാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വർത്തമാനകാല രൂപമാണ് നിന്റെ ഇവിടെയുള്ള ഇരിപ്പും കേൾവിയും. കൈയടിക്കട്ടെ, പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴെന്താ വരണം നോക്കിയേ? ദൈവസ്നേഹം കൂടുമ്പോൾ എന്ത് പറ്റും? സംശയം കുറഞ്ഞു വരും. ദൈവസ്നേഹം കൂടുമ്പോഴേ സംശയം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവസ്നേഹം ലക്ഷ്യം വെച്ചാൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുന്നത് ചെയ്യുമ്പോൾ അവർ വല്ലതും പറയുക, പത്രം കൊടുക്കുമ്പോൾ അവർ വല്ലതും പറയട്ടെ. നമ്മുടെ തന്തക്ക് തന്നെ വിളിക്കട്ടെ. അതിന് തന്ത ഉണ്ടല്ല, അപ്പം വിളിക്കും നമ്മളെ. തീർച്ചയായിട്ടും ഇല്ലാത്തതൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ കർത്താവിനെ പ്രതി അങ്ങനെ കേൾക്കുമ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പം അപ്പോൾ നമുക്ക് സന്തോഷം തോന്നില്ലേ? എന്താണ് എൻ്റെ സ്നേഹം കൂടി, കർത്താവിന് വേണ്ടി ഞാൻ അത്രയും സഹിച്ചു. അപ്പോൾ എന്ത് രസാ. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റുന്നറിയാമോ? അതായത് സംശയം കുറയുകയും ചെയ്യും. ഈ സംശയം കുറയണമെങ്കിൽ മാതാവിന് എന്താ സംശയം ഇല്ലാഞ്ഞത്? അവർക്ക് പാപമില്ലാഞ്ഞ കൊണ്ടാണ്. മാതാവിന് സംശയമില്ലാത്തതിൻ്റെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ വിശുദ്ധിയും ദൈവസ്നേഹവും നമ്മുടെ സംശയവും തമ്മിൽ കണക്റ്റഡാണ്. ശരിക്കും നമ്മുടെ കിഡ്നി ഹാർട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണമല്ലേ? കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും. അത് തന്നെ കാര്യം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ബേസ്ഡ് അടിച്ചിരിക്കുക. കിഡ്നിയും ഹാർട്ടും പ്രഷറിൻ്റെ ഒരു അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ ഇവരെ ഈ 2 ഫാക്കൽറ്റിനും ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രശ്നം. ദൈവസ്നേഹം കൂടുകയാണെങ്കിൽ സംശയം കുറയും. സംശയം കുറയുകയാണെങ്കിൽ എന്ത് പറ്റും?
വിശ്വാസം കൂടി വരും. ഇതെല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അപ്പം നമ്മൾ വിശ്വാസത്തിന് കൊണ്ടുപോയല്ല വളം വെക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവസ്നേഹത്തിന് വളം കൊടുക്കണം. ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ക്ഷമ, സമാധാനം, അങ്ങനെ പോകുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇപ്പോഴെന്താണ് ഇപ്പം മാതാവിനോട് പറയുമ്പോൾ അതായത് ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴേ അതിനല്ലേ ആ വല്യപ്പനെ ചോദിച്ചത്. ആര്? യോഹന്നാൻ്റെ അപ്പൻ. അങ്ങനെ പേരെന്നാ? സക്കറിയ. സക്കറിയ ചോദിച്ചത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വയസ്സനല്ലേ, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളെ. അതെന്നെ അമ്മയും ചോദിച്ചത്. പക്ഷേ പണി മേടിച്ചത് ആരാണ്? സക്കറിയ. അമ്മ പണി മേടിച്ചില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ മാലാഖന്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുന്നതും വന്നുവെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാലും ദൈവത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്, ഇല്ലേ? ദൈവത്തിന് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. ദൈവം തന്നാൽ താനായിരിക്കുന്നു, അനാദിയായിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു. കണ്ട അപ്പോൾ പോക്കണ്ടില്ലേ? ദൈവത്തിന് കാരണം പോലും ഇല്ല. അപ്പോൾ ദൈവത്തിന് കാലവുമില്ല, കാരണവുമില്ല. ദൈവത്തിന് കാരണവുമില്ല, കാലവുമില്ലാത്ത കാരണം ദൈവം ഒരു കാലത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം എവർ പ്രസൻ്റാണ്. ഹിസ്റ്റോറിക്കൽ പ്രസൻസ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് അതായത് ചരിത്രപരമായ വർത്തമാനം. ദൈവം വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വന്നുവെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. വരുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വന്നതിന് തുല്യമാണ്. കാര്യം ഹീസ് ഇൻ ഹിസ്റ്റോറിക്കൽ പ്രസൻസ്. ഇതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്ത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞ ആ ടൈമിൻ്റെ ആ ഇപ്സഫാത്തോ ആ ബൈ ടൈം ആ സെറ്റ് ടൈമിൽ തന്നെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. കണ്ട ഉണപ്പൊക്കണ്ട. അതായത് എന്തുമാത്രം പാപം കുറഞ്ഞിരിക്കുന്നുവോ അത്രയും വെളിപാടുകളെ സ്വീകരിക്കാനും സംശയം കുറയാനും കൃപയും നിറയാനും ഇടയാകും. അപ്പം നമ്മൾ കൃപാസനം പാപത്തെ ഇങ്ങനെ പരിശുദ്ധാത്മ കിട്ടാനുള്ള ഇടപാടായിട്ട് ഇങ്ങനെ എണ്ണി പെരുക്കി അങ്ങനെ ഞാൻ പ്രസംഗിക്കാറില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ആധ്യാത്മ ജീവിതം പരിപോഷിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഞാൻ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്താണ് സംസാരിക്കണത്. ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം സ്നേഹമാണ്. ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുള്ളത് കാരണം എന്ത് പറ്റും? പാപം. അതാണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയാം, അല്ലേ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനുമില്ല. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തിട്ട് പറയും, മേരി ഇന്ന് വരെ പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് നിന്നോടാണ് ആദ്യമായിട്ട് ഈ വെളിപാട് പറയണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരുള്ളത് ഇപ്പോഴാണ്. പണ്ട് ആദി ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവല്ലേ? ആണ്. പക്ഷെ അവിടെ വിളിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ്. എസെക്കിയേൽ 37 വിളിക്കണത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അസ്ഥികൂടങ്ങൾ. അവൻ ജീവിക്കുമോ? കർത്താവെ അങ്ങയ്ക്കറിയാം. അവിടെ എന്താണ്? കർത്താവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്. മറിയത്തോട് പറയുമ്പോഴാരും പരിശുദ്ധാത്മാവ് എന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്താ കാര്യം? അടി തുടങ്ങാൻ പോകണമെന്നതിൻ്റെ അർത്ഥം ആർക്കാ മനസ്സിലാകാത്തത്? മനസ്സിലാകുന്നതിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അടി തുടങ്ങാൻ പോകണം. എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അശുദ്ധാത്മാവിൻ്റെ അവതാരമായിട്ടല്ല മറ്റേ പാപരൂപം വരണത്. അപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യാൻ ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിലൂടെ വചനം മാംസമാകുന്ന ആ സ്വർഗീയ പ്രക്രിയയിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിനക്കും സ്ത്രീക്കും തമ്മിൽ ഉൽപ്പത്തി 3:15 വർക്കൗട്ട് ചെയ്യും. എന്താ കാര്യം? ഇനി അശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. അശുദ്ധാത്മാവുണ്ട്,
അതുമായിട്ടാണ് ഇനി യുദ്ധം വരാൻ പോണത്. അതിനെ മറിയത്തെ തന്നെ എക്വിപ്പ് ചെയ്യാണ്. മറിയത്തിലൂടെ ജനിക്കുന്നവനാണ് അവൻ്റെ തലയെ തകർക്കാൻ പോണത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.